ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കോളേജ് ആൻഡ് സ്കൂൾ ഗോയിങ് ഗേൾസിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും ഞാൻ സിമ്പിളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കിൻ കെയർ ആണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് പകലായിരിക്കുമല്ലോ ഫംഗ്ഷൻ, അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. അപ്പോഴേക്കും നല്ല ഒരു ബേസും നമുക്ക് കിട്ടും. നമ്മുടെ മേക്കപ്പ് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഇതിൽ പിന്നെ നമ്മൾ വലിയ മേക്കപ്പ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ സ്കിൻ കെയർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മേക്കപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റും അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് ഉണരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകും. അതുകൊണ്ട് തന്നെ നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഓൾറെഡി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുറേ ടിപ്സ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയർ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പൗഡറാണ്. ഇത് ലാക്മേയുടെ ലൂസ് പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഫൗണ്ടേഷൻ, കൺസീലർ ഒന്നും യൂസ് ചെയ്യാതെ കൊച്ചുകുട്ടിയൊക്കെ വരെ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ഞാൻ ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്തെങ്കിൽ പോലും ഞാൻ കൈവച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്ത് സ്കിന്നുമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് നമ്മൾ ഗ്യാപ്പ് മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ, കൂടുതലും കുട്ടികളൊക്കെ ഐബ്രോ പെൻസിൽ ആയിരിക്കുമല്ലോ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എക്സസ് ആയിട്ടുള്ളത് കൈ കൊണ്ട് തുടച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. കുട്ടികളാണ്, നിങ്ങൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഞാനിവിടെ കോർണേഴ്സിലൊക്കെ നല്ല രീതിയിൽ ലിപ്സ്റ്റിക്ക് കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ടുള്ള ഒരു ഇത് വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഐഷാഡോ ആയിട്ടും കുറച്ച് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കവിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലഷ് ആയിട്ടും ലിപ്സ്റ്റിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാര്യം മാക്സിമം പ്രോഡക്റ്റ് കുറച്ച് നമ്മൾ എടുക്കാനാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സോ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഐഷാഡോ, ബ്ലഷ് അങ്ങനെ ഒന്നും വാങ്ങണ്ട. നമ്മുടെ കയ്യിലുള്ള ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഈ ഒരു സ്റ്റെപ്പ് ഇത് ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നിപ്പോയി. അത്രയും ഞാൻ റിഗ്രറ്റ് ചെയ്തു പിന്നെ ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്തത് കാരണം. എനിവേ, നിങ്ങൾക്ക് പരിചയമുണ്ട്, ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലെ നിങ്ങളിങ്ങനെ പണി വാങ്ങിച്ച് വെക്കേണ്ട കേട്ടോ. കാര്യം എനിക്ക് തോന്നിയത്, നമ്മളിത് പകൽ പുറത്ത് പോകുന്ന സമയത്താകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്ന് വേർക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഓയിലിനെസ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ എനിക്ക് വേർക്കാൻ തുടങ്ങും. സോ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങളും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മുടെ സ്കിന്നിൽ തന്നെ ഓൾറെഡി നമ്മൾ വേർത്ത് കഴിയുമ്പോഴും നമ്മൾ കുറച്ച് നേരം വെയിലത്തൊക്കെ ഒന്ന് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഓയിൽ സെക്രീഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഗ്ലോ നാച്ചുറലായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ ബേസും സ്കിൻ കെയറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാലിട്ട് തന്നെ കണ്ണെഴുതി കൊടുക്കാം. അപ്പോൾ ഹൈലൈറ്ററിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി വേണ്ടായിരുന്നു എന്ന്. ഓക്കെ, അതിനുശേഷം ഞാനൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലൊരു റൗണ്ട് കളറിലുള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു പട്ടുപാവാടയായിരുന്നു. അത് ഞാനിങ്ങനെ ഡ്രസ്സാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം ആ പാവാട ഇനി എനിക്ക് ഇടാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് ആയിരുന്നു. സോ ഞാൻ അതിന് ഡ്രസ്സാക്കി മാറ്റിയിട്ട് പിന്നെ അതിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ കമ്മലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുടി കെട്ടാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലിൽ നമുക്ക് പൂ വയ്ക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ആദ്യം ഞാൻ ഒരു സൈഡ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷെ നമ്മൾ രണ്ട് സൈഡും ചെയ്യുമ്പോഴാണ് നമുക്ക് പൂ വയ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാൻ തോന്നി. പിന്നെ കൂടുതൽ കംഫർട്ടബിളും ആയിരിക്കുമല്ലോ രണ്ട് സൈഡും ചെയ്യുമ്പോൾ. എല്ലാവർക്കും ലൂസ് ഹെയർ മോർണിംഗ് ടു ഈവനിങ് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. സോ നമ്മളിത് ചെയ്തു കൊടുത്തേക്കുന്നത് കുറച്ച് മുടി എടുത്തിട്ട് രണ്ടായിട്ട് പകുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കുക.
ട്വിസ്റ്റ് ചെയ്തിട്ടേ അതിനുശേഷം നമ്മളിതിങ്ങനെ താഴോട്ട് വരുന്ന മുടി ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ബാക്കിലോട്ട് വെച്ച് കെട്ടിക്കൊടുക്കുക. ദെൻ നമ്മൾ ഇങ്ങനെ ബാക്കിലൊരു ടിക് ടാക്ക് പിൻ വെച്ച് സെക്യൂർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെയാണ് അടുത്ത സൈഡും ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ വളയിട്ട് കൊടുക്കാം, അതിനുശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ട് വിടാമെന്നാണ് കരുതിയത്. കാര്യം നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതും ഒരു ഭംഗിയാണല്ലോ, അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡ് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഞാൻ നടുവിൽ ഒരു ഗോൾഡൻ കളർ വളയും രണ്ടറ്റത്തും പച്ച കളർ വളയും എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടാണ് ഇടുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഓണം ലുക്കൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് കുറേ ഓണം റിലേറ്റഡ് വീഡിയോസ് ചെയ്യാം. സോ നിങ്ങളതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് വെക്കണേ. അപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഗ്യാപ്പിൽ ഞാനിങ്ങനെ രണ്ട് സൈഡും മുടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫംഗ്ഷനൊക്കെ ഉള്ള ദിവസം ഒത്തിരി എണ്ണ തലയിൽ തേക്കേണ്ട കേട്ടോ. കുറച്ചൊന്ന് പറന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് മുടിക്ക് വോളിയം ഉള്ളതായിട്ടൊക്കെ തോന്നുള്ളൂ. ഇപ്പം എൻ്റെ മുടിയിൽ കുറച്ച് ഓയിലിനെസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫംഗ്ഷൻ ഉള്ള ദിവസം ഒത്തിരി എണ്ണ തേക്കേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ താഴ്ഭാഗത്തോട്ട് അത്യാവശ്യം മോയ്സ്ചറൈസേഷൻ ഒക്കെ മതിയാവും കേട്ടോ. ഈ ഒരു ഡ്രസ്സ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പാവാട വെച്ചിട്ടാണ് തുന്നിയേക്കുന്നത്. ടിഷ്യൂ ഫാബ്രിക്കാണ് വരുന്നത്. പാവാടയുടെ താഴ്ഭാഗമാണ് കയ്യിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? പിന്നെ ഈ ഹാൻഡ് വർക്കൊക്കെ ഫുള്ളായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, നല്ല മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കളയണ്ട. ഇതുപോലെ കൊടുത്തിട്ട് നിങ്ങൾക്ക് തയ്ച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാവേ. ടാറ്റ, ബൈ, ടേക്ക് കെയർ.